ഹായ് നമസ്കാരം. ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവോദയ അപേക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ. നവോദയ വിദ്യാലയങ്ങളിലെ 2026-27 6ാം ക്ലാസ് പ്രവേശനത്തിന് ജൂലൈ 29 വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. അപേക്ഷ ഫീസ് ഇല്ല. അംഗീകൃത സ്കൂളുകളിൽ 3-4 ക്ലാസ്സുകളിൽ പഠിച്ച് ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാകണം. അംഗീകൃത ഓപ്പൺ സ്കൂളുകളിൽ പഠിച്ചവരാണെങ്കിൽ അവർക്ക് B സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. നേരത്തെ 5 ജയിച്ചവരും 2026 2ാം ചാൻസിൽ ജയിക്കുന്നവരും അപേക്ഷിക്കാൻ പാടില്ല കേട്ടോ. സ്ഥിര താമസവും പഠനവും സ്ഥിതി ചെയ്യുന്ന ജില്ലയിലാകണം. അപ്പോൾ അതായത് നിങ്ങളിപ്പം കൊല്ലത്ത് താമസിക്കുന്നവരാണെങ്കിൽ കൊല്ലത്തുള്ള കരുനാഗപ്പള്ളിയിലുള്ള നവോദയ സ്കൂളിലേക്ക് വേണം അപേക്ഷ അയക്കാനാണ് പറഞ്ഞേക്കുന്നത്. ജനനം 2014 മെയ് 1, 2016 ജൂലൈ 31. ആർക്കും പ്രായത്തിൽ ഇളവൊന്നും കാണില്ല. ഫോമിനും പ്രോസ്പെക്ടസിനും നമ്മുടെ അതിൻ്റെ വെബ്സൈറ്റ്, അതായത് www.navodaya.gov.in എന്ന സൈറ്റിൽ സന്ദർശിക്കുക. അപേക്ഷകരെ സഹായിക്കാൻ കേരളത്തിൽ 14 ജില്ലകളിലായിട്ട് നവോദയ സ്കൂളുകളിൽ സൗജന്യ ഹെൽപ്പ് ഡെസ്കും ഉണ്ട്. അപ്പോൾ ഇവിടെ പഠിക്കുന്നതിനുള്ള നിങ്ങൾക്കറിയാം, നമുക്ക് നവോദയ സ്കൂളിലേക്ക് ഒരു അഡ്മിഷൻ കിട്ടണം എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു എഡ്യൂക്കേഷൻ CBSE സിലബസ് പഠിക്കുന്നു, സൗജന്യമായി പഠിക്കാൻ കഴിയുന്നു, നല്ല ഫെസിലിറ്റിയുള്ള സ്കൂളിൽ പഠിക്കാൻ പറ്റുന്നു. അപ്പോൾ സ്കൂളുകളിൽ താമസിച്ച് പഠിക്കണം. CBSE സിലബസ് ആയിരിക്കും. 8 വരെ മലയാളം മീഡിയം, തുടർന്ന് മാത്സും സയൻസും ഇംഗ്ലീഷിലും, സോഷ്യൽ സയൻസ് ഹിന്ദിയിലും നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മുടെ ലാംഗ്വേജിലുണ്ടാകുന്ന വ്യത്യാസം 9-12 ക്ലാസ്സുകളിൽ മാത്രം 600 രൂപ ഫീസുണ്ട്. വളരെ തുച്ഛമായ ഫീസാണ് 600 രൂപ ഫീസ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കും പെൺകുട്ടികൾക്കും പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് എന്നിവർക്കൊന്നും ഫീസ് അടയ്ക്കേണ്ട കേട്ടോ. ആൺകുട്ടികൾക്ക് മാത്രമാണ്, വേറെ ഒരു ആനുകൂല്യം ഇല്ലാത്ത ആൺകുട്ടികൾക്ക് മാത്രമാണ് 600 രൂപ ഫീസ്. സർക്കാർ ജീവനക്കാരുടെ കുട്ടികൾക്ക് വേറെ നിരക്കുണ്ട് കേട്ടോ. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം സാധാരണക്കാരുടെ മക്കൾക്കുള്ളതാണ്. സർക്കാർ ജോലിയുള്ളവരുടെ മക്കൾക്ക് ഫീസിന് വേറെ നിരക്കുണ്ട്. 9ാം ക്ലാസ്സിലേക്ക് കടക്കുന്ന കുട്ടികൾ ഹിന്ദി മേഖലയിൽ എവിടെയെങ്കിലും 1 വർഷം പഠിക്കണമെന്നുകൂടി ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ ജൂലൈ 29 വരെയാണ് ഉള്ളത്. പരീക്ഷ ഡിസംബർ 13 ആരംഭിക്കും. ഡിസംബർ 13 രാവിലെ 11:30 OMR രീതിയിൽ 2 മണിക്കൂർ പരീക്ഷയാണുള്ളത്. മാനസിക ശേഷി 40 ചോദ്യങ്ങളും പിന്നെ 50 മാർക്ക് 60 മിനിറ്റ്. അരിത്തമെറ്റിക് 20 ചോദ്യം 25 മാർക്ക് 30 മിനിറ്റ്. ഭാഷാ ചോദ്യങ്ങൾ 20 എണ്ണം ഉണ്ടാവും. അതിൽ 20 മാർക്ക് വേണം. സമയം 30 മിനിറ്റാണ്. ആകെ 80 ഒബ്ജക്റ്റീവ് ചോദ്യം, 100 മാർക്ക്, 120 മിനിറ്റ് എന്ന രീതിയിലാണ് ഇതിൻ്റെ എക്സാം നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബുക്കൊക്കെ ഗൈഡൊക്കെ കിട്ടും. നിങ്ങൾ ഒന്ന് ആദ്യം പരിശ്രമിച്ചാൽ ഇത് മേടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ട് കുറേ കുട്ടികൾ പേരൻസൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. തെറ്റിന് മാർക്ക് കുറയ്ക്കൊന്നുമില്ല കേട്ടോ, നെഗറ്റീവ് മാർക്കൊന്നുമില്ല. ഫലം മാർച്ചിൽ പ്രസിദ്ധീകരിക്കും. അപേക്ഷ രീതിയും ചോദ്യ മാതൃകകളും പ്രോസ്പെക്ടസിലുണ്ട്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ കാണാൻ കഴിയും. മുൻവർഷ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പരിശീലിക്കുന്നതൊക്കെ നന്നായിരിക്കും. അപ്പോൾ അതിനുള്ള വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ www.navodaya.gov.in. ഈ രണ്ട് വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.